ഹലോ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേരൊന്നും അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനിലുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാനാണ് കേട്ടോ. വേറൊരു കളറും അല്ല, ഇൻഡിഗോ പ്ലസ് വൈറ്റ്. അതിന് വന്നിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ഒരു മെസ്സേജ് അയക്കുക, ഒരു 10 മെസ്സേജ് വരുന്നതിൻ്റെ അകത്ത് ഒരു 6 മെസ്സേജ് എങ്കിലും ഉണ്ടാവും ഇൻഡിഗോ പ്ലസ് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷൻ ചോദിക്കുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ ഇൻഡിഗോ വൈറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം വൈറ്റ് ആൻഡ് ഇൻഡിഗോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ഒരു 2 കോമ്പിനേഷനിൽ വരുന്ന മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ കാണിക്കുന്നതിൻ്റെ ആദ്യത്തെ സെറ്റ് ഇൻഡിഗോ ആൻഡ് വൈറ്റ്, രണ്ടാമത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഒരു ഫിഷിൻ്റെയൊക്കെ പ്രിൻറ്റ് വന്നിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ പോയിരിക്കുന്നത്. അതിൽ ഇൻഡിഗോ ബേസിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും അതുപോലെ വൈറ്റും കൂടെ വേണം പ്രിൻ്റ് വരുന്നത് കേട്ടോ. അടുത്തത് നമുക്കൊരു എന്താ പറയുക, ഒരു അനിമൽ പ്രിൻ്റാണ്. നമ്മൾ മുമ്പും കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്തതിൻ്റെ അതും അനിമൽ പ്രിൻ്റ് ഉണ്ടായിരുന്നു. സെയിം തന്നെ ഇൻഡിഗോ ബേസിൽ ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്രിൻ്റ് വരുന്നത്. അടുത്തതൊരു ജോമെട്രിക് പാറ്റേൺ ആണ്. ഇൻഡിഗോ ബേസ് തന്നെയാണ് വരുന്നത്. അതിൽ വൈറ്റ് പ്രിൻ്റാണ് കുറച്ച് അധികമായിട്ട് കാണുന്നത് കേട്ടോ. നല്ല രസം ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആ വൈറ്റ് കളർ എൻഹാൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇൻഡിഗോ ബേസിൽ തന്നെ നല്ലൊരു ലീഫി പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ലോട്ടസിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ലോട്ടസ് എന്ന് പറയുമ്പം ഇൻഡിഗോ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പ്രിൻ്റ് വരുന്നതാണ് വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ. അടുത്തത് ഇത്ര നേരം നമ്മൾ കണ്ടത് ഇൻഡിഗോയിൽ വൈറ്റ് പ്രിൻ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ നമ്മൾ വൈറ്റിൽ ഇൻഡിഗോ പ്രിൻ്റാണ് കാണുന്നത്. ഇതും ഒരു കൈൻഡ് ഓഫ് ലീഫ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇൻഡിഗോ ബേസിൽ തന്നെ ഒരു വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. ഒരു എലിഫൻറ്റിൻ്റെയൊക്കെ അതുപോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തല കാണുമ്പോൾ ആ ഒരു ക്യാപ്പിൻ്റെ പോർഷൻ കാണുമ്പോൾ നമുക്കൊരു പൂച്ചേൻ്റെ തല പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് താഴേക്കുള്ള ഡിസൈൻ കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ള നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇൻഡിഗോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടാണ് ഇൻഡിഗോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ വൈറ്റ് ഹക്കോബയുടെ ഒരു ടോപ്പിൻ്റെ കൂടെ ഇതുപോലെ ഈ ഇൻഡിഗോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഒരു പലാസോയോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടൊക്കെ നമ്മൾ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ കുറച്ച് നാളായിട്ട് ആ ഒരു ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം എൻക്വയറീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വൈറ്റ് പ്ലെയിൻ ഹക്കോബയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ അതും കൂടെ ചോദിച്ചോളൂ. അപ്പോൾ നമുക്കിനി അടുത്തത് എന്ത് കാണണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻ്റെ ഫസ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ബേസിൽ വൈറ്റ് കളർ പ്രിൻ്റാണ് ഇട്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. അധികം നമ്മളങ്ങനെ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രിൻ്റൊന്നുമല്ല. ഇനി അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു ബേർഡിൻ്റെ ഒക്കെ പ്രിൻ്റാണ് പോയിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ബേസിലാണ് വൈറ്റ് കളറാണ് ബേർഡിൻ്റെ ആ ഒരു പ്രിൻ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് നോക്കിയാൽ നല്ല രസമായിട്ട്, അതായത് ബ്ലാക്ക് ബേസ് തന്നെയാണ്, അതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഇങ്ങനെ മിക്സപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് ഒറ്റ പ്രിൻ്റ് തന്നെ, അതായത് ഒരേ ഒരു പ്രിൻ്റ് നമ്മൾ ഓൾ ഓവർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ 2 or 3 പ്രിൻറ്റ്സ് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഹോൾ പീസിൽ നമുക്ക് കംപ്ലീറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അതിലിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു സെൻറ്ററിൽ പോകുന്ന ആ ഒരു ഡിസൈൻ പോകുന്നത് കേട്ടോ. ഓൾ ഓവർ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് നല്ല അടിപൊളി ഒരു ലീഫി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെ, ബ്ലാക്ക് ബേസിൽ വൈറ്റ് ആൻഡ് ഒരു ആഷ് കളർ, ആഷ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ആ ഒരു ഡിസൈൻ പോകുന്നത്. അടുത്തതും നല്ലൊരു ഓൾ ഓവർ പ്രിൻ്റ് വരുന്നതാണ്, നല്ല ഭംഗിയുള്ള. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റ് ആയിട്ടൊരു പാറ്റേൺ, 2 പാറ്റേൺസ് മാറി മാറി പോകുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത്ര നേരം നമ്മൾ കണ്ടതിനകത്തൊക്കെ ഓൾ ഓവർ ഡിസൈൻ അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻസ് നിറച്ച് ഫുള്ളായിട്ട് പ്രിൻ്റ് വരുന്നതായിരുന്നു. ഇത് അത്രയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് മിനിമലായിട്ടൊക്കെ മതി പ്രിൻ്റ് എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത്. ഒരു എന്താ പറയുക, ഓൾ ഓവർ ഡിസൈനാണ്, പക്ഷേ അത് നിറയൊന്നും അങ്ങനെ ഇല്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ പോയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ കാണിച്ച അതേ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ പോലെ തന്നെയാണ്, അവിടെ ആയിട്ടാണ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് ഡിസൈൻ കിടക്കുന്നത്. പക്ഷേ ഫ്ലവർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സൈസ് ചെറുതായിരുന്നു. ഈ ഒരു പ്രിൻ്റ് വരുമ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ആ ഒരു പ്രിൻ്റ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ്, പോൾക്ക ഡോട്ടിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ പോയിട്ടുള്ളത്. ബ്ലാക്ക് ബേസിൽ വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അടുത്തതും നമുക്ക് ബ്ലാക്ക് ബേസിൽ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് ഒരു ഓട്ടോറിക്ഷേൻ്റെ ഒക്കെ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.
അടുത്തത് നമ്മൾ ഇത്ര നേരം കണ്ടത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റാണ്. ഇതിങ്ങനത്തെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബ്ലാക്കും വൈറ്റും കൂടാതെ ഒരു മസ്റ്റാർഡ് യെല്ലോയും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു തെങ്ങിൻ്റെ ഒക്കെ പോലുള്ളൊരു പ്രിൻ്റ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ടൊക്കെ തെങ്ങ് വരയ്ക്കാൻ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും 43-44 ഇഞ്ചസ് ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് 160 രൂപയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. ഇനി ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു പ്രിൻ്റാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള ബ്ലാക്ക് ബേസിൽ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വൈറ്റ് മിക്സിൽ പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്ക്രീൻഷോട്ട്സ് എടുക്കുക, വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.